അമ്മ അച്ഛനെ കാട്ടിത്തരുന്നു, അച്ഛൻ ഗുരുവിനെ കാട്ടിത്തരുന്നു, ഗുരു ദൈവത്തെ കാട്ടിത്തരുന്നു. അറിയുന്ന ദൈവത്തെ കാട്ടിത്തന്ന എന്റെ ഗുരുക്കന്മാർക്ക് എന്റെ സമ്മാനം. എനിക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ നിധികൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എന്റെ സ്നേഹത്തോടെ തന്നെ ഓർമ്മിക്കുന്നു. ഇവിടുത്തെ ഓർമ്മകൾ പെയ്തു തീരാത്ത തുലാവർഷകാലത്തെ മഴ പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം അത് ഇപ്പോൾ ഇങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ചുറ്റും അടിച്ചു പോക്കറ്റിനോട് അടക്കി പിടിച്ച് ഈ വലിയ ഒഴിച്ചുവരത്തിന്റെ ചെറിയ പടികൾ ഞാൻ കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഈ 14 വർഷങ്ങൾക്ക് ശേഷം ഒഴിച്ചുവരത്തിന് കീഴിലുള്ള പ്ലസ് 2 ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ന് ഈ കോഴ്സിന് ശേഷം ഞാൻ വീണ്ടും ആ പണി നോക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ വീണ്ടും കരഞ്ഞേക്കാം. നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ കരഞ്ഞേക്കാം. കാരണം വിധികൾ നമുക്ക് തന്നത് അതുപോലെയുള്ള ഓർമ്മകൾ മാത്രമാണ്. ഇവിടെ വലിയ ഗ്രൗണ്ടിന്റെ പങ്കിട്ട സൗഹൃദ സദസ്സുകൾ, വരാന്തകളിലൂടെ നടന്നു നീങ്ങി പ്രണയകഥകൾ നടന്നു നീങ്ങിയ നായികാനായകൻ, ഇവിടെ അമ്മയുടെ സ്നേഹവും അച്ഛന്റെ കരുതലും എനിക്ക് നൽകിയ എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ, ഇവരെല്ലാം എനിക്ക് തിരികെ കിട്ടാത്ത അനശ്വരമായ ഓർമ്മകൾ തന്നെയാണ്. ഇന്ത്യയുടെ പൂർണ്ണമെന്ന് വിശേഷിക്കപ്പെടുന്ന കാശ്മീരിൽ മഞ്ഞുകട്ടകൾ ഒരിക്കലും കുട്ടിക്കാറില്ല. അതുപോലെ തന്നെ ഈ ഓർമ്മകൾ ഒരിക്കലും കുടുങ്ങിപ്പോയിട്ടില്ല. പ്രശസ്ത തത്വചിന്തകനായ എന്ന് പറയുന്നത് മനുഷ്യനെന്നാണ് അവരുടെ പ്രവർത്തികളാണ്. മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അവന്റെ കർമ്മങ്ങളാണ്. ബഹുമാനപ്പെട്ട ശ്രീവച്ചനിവിടെ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരിക്കലും അടിസ്ഥാന കാര്യങ്ങളുടെ ആന്റി സോഷ്യൽ എലമെന്റ് ആകുന്നത്. നമ്മൾ തീർച്ചയായിട്ടും സാമൂഹിക ജീവികൾ തന്നെയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും അതിനായി തന്നെ ഉപയോഗിക്കുന്നു. ഭഗവാൻ പറയുന്നത് ലബ്ധവിദ്യോപദേശം, അസത്തുകൾക്ക് വിദ്യ ലഭിച്ചാൽ അവർ ഗുരുക്കന്മാരെ ദേഷിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥ ഒരിക്കലും സംജാതമാകാൻ നാം ശ്രമിക്കണം. അമ്മമാരെ പറയും അവരുടെ ഏറ്റവും വലിയ ദരികമാണ്. നമുക്ക് നമ്മുടെ കർമ്മങ്ങളിലൂടെ നാം അതിനായി ശ്രമിക്കണം. എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, ഇവിടുന്ന് വിട്ടിറങ്ങിപ്പോയാൽ നിങ്ങൾ സ്നേഹപൂർവ്വം ശാസ്ത്രങ്ങളും നിങ്ങൾ സ്നേഹപൂർവ്വം തന്ന ഓരോ വാക്യങ്ങളും ഓരോ പ്രശ്നങ്ങളും ഇനി എനിക്ക് ലഭിക്കുന്നില്ലോ എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ ഇതുപോലെ ഒരു ഓർമ്മയിൽ നിമിഷം സമ്മാനിച്ച ഓരോ ദിവസത്തിന്റെ ഗുരുദേവ, ഗുരുബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുവേ നമഃ.